നമസ്കാരം കൂട്ടുകാരെ, സജി ക്രിയേഷൻ ഫേസ്ബുക്ക് പേജിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാർ നിരന്തരം ചോദിക്കുന്ന, വാട്സപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ നിരന്തരം ചോദിക്കുന്നൊരു വിഷയമാണ് എങ്ങനെയാണ് നഷ്ടപ്പെട്ട ഫോട്ടോസ് ഫയൽസ് നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്യുവാൻ സാധിക്കുക എന്ന്. ഇന്ന് അതിനൊരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനിന്ന് റിക്കവർ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായും ഷെയർ ചെയ്യുക. ഒത്തിരി വ്യക്തികൾ വീഡിയോ കാണുന്നു, എന്നാൽ ഒരു ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒരു കമൻറ്റ് ആ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ ഇല്ലയോ എന്നുള്ളൊരു കമൻറ്റ് തരാൻ പോലും ആർക്കും സമയമില്ല, ആരും സമയം കണ്ടെത്തുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ വിവരണത്തോടൊപ്പം നൽകില്ല. ആരൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നു, നിങ്ങൾ ഷെയർ ചെയ്തതിനു ശേഷം നിങ്ങളുടെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ പേഴ്സണലായിട്ട് ഈ ഒരു റിക്കവർ സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നമ്പർ ആഡ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേജിലായിട്ട് എൻ്റെ നമ്പർ നൽകിയിട്ടുണ്ട്, എൻ്റെ വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിലേക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കുക. ഞാൻ പേഴ്സണലായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. പൂർണ്ണമായും ഷെയർ ചെയ്തവർക്ക് മാത്രമേ ഈ ലിങ്ക് അയച്ചു തരികയുള്ളൂ. അപ്പോൾ നമുക്കെങ്ങനെയാണ് ഒരു ഫോട്ടോ, നമ്മുടെ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയ ഫോട്ടോ ഫയൽസ് എങ്ങനെ റിക്കവർ ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി റൂട്ട് ചെയ്ത മൊബൈലും റൂട്ട് ചെയ്യാത്ത മൊബൈലിലും വർക്കിംഗ് ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. 100% വർക്കിംഗ് ഉള്ളൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വിവരണത്തിൽ കഴിഞ്ഞ ഉടൻ തന്നെ ഞാനത് ചെക്ക് ചെയ്ത് കാണിക്കുന്നതാണ്. നിങ്ങൾക്കും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി എത്ര മൊബൈലിൽ, ഏതൊക്കെ മോഡൽ മൊബൈലുകളിൽ അത് വർക്കിംഗ് ആവും എന്ന് ചോദിച്ചതിന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ലിനോവയുടെ ഒരു പുതിയ മൊബൈലിലും അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഒരു മൊബൈലിലും ഞാൻ ചെക്ക് ചെയ്തു, കൃത്യമായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫോട്ടോസ് മാത്രമായിരിക്കും റിക്കവർ ചെയ്യുവാനായിട്ട് സാധിക്കുക. വീഡിയോസ് നിങ്ങൾ റിക്കവർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ റിക്കവർ നൽകുമ്പോൾ വീഡിയോസിൻ്റെ തംബ്നെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും, എന്നാൽ വീഡിയോസ് റിക്കവർ ചെയ്യുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് റിക്കവർ ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. നാം ഇന്ന് സാംസങ്ങിൻ്റെ ഒരു മൊബൈലിലേക്കാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഗാലറി എന്നൊരു ഓപ്ഷൻ, ഒരു ഫയൽ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗാലറി ഓപ്പൺ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് 592 ചിത്രങ്ങളോട് കൂടിയ ഒരു ഫയൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വാഹനങ്ങളുടെ ഒത്തിരി ചിത്രങ്ങൾ ആഡിങ് ആയിട്ടുള്ളതായിട്ട്, ഒത്തിരി ചിത്രങ്ങൾ സേവ് ചെയ്തിട്ടുള്ളതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ചിത്രങ്ങളൊക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒത്തിരി ചിത്രങ്ങളാണ് ഈ ഒരു ഫയലിനകത്ത് സേവ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ചിത്രങ്ങൾ പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഡിലീറ്റ് ഓപ്ഷൻ എടുക്കുന്നു. പൂർണ്ണമായി തന്നെ ഈ ചിത്രങ്ങൾ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ചിത്രങ്ങൾ പൂർണ്ണമായി ഡിലീറ്റ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാം. ഒന്നുകൂടി ഞാൻ ഗാലറി ഓപ്പൺ ചെയ്ത് കാണിക്കാം. പൂർണ്ണമായിട്ട് ഡിലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഞാനിന്ന് നൽകുന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോ വെർഷൻ ആവശ്യമാണോ എന്ന് ചോദിക്കും. നോ താങ്ക്സ് നൽകുക. തുടർന്ന് സ്റ്റാർട്ട് ബേസിക് ഫോട്ടോ സ്കാൻ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ നൽകുക. ഇവിടെ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ നൽകിയ ഉടൻ തന്നെ അതിവേഗത്തിൽ നിങ്ങൾക്ക് ഈ ഫോട്ടോയൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ റിക്കവർ ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നിമിഷ നേരം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായും എല്ലാ ഫോട്ടോസും റിക്കവർ ആകുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കീഴെയായിട്ട് എത്ര ഫയൽസ് റിക്കവർ ആകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ 413, 424, അങ്ങനെ ഓരോരോ ഫോട്ടോ റിക്കവർ ആവുന്നതിൻ്റെ എത്രത്തോളം റിക്കവർ ആവുന്നുണ്ട് എന്നുള്ള സൈസ് കാണിക്കുന്നുണ്ട്. തുടർന്ന് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഫയൽസും ഇവിടെ റിക്കവറിങ് ആയി നമുക്ക് ലഭിച്ചതായിട്ട് കാണാം. നാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ എല്ലാ ഫോട്ടോസും തന്നെ ഇവിടെ റിക്കവറിങ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതൊക്കെ ഫോട്ടോസാണ് ആവശ്യം അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമായ ഫോട്ടോസ് മാത്രം സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾ വീഡിയോസാണ് ഒരു പക്ഷേ റിക്കവർ ചെയ്യുന്നതെങ്കിൽ, വീഡിയോസ് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സാധിക്കില്ല. എന്നാൽ വീഡിയോസിൻ്റെ തംബ്നെയിൽ നിങ്ങൾക്ക് റിക്കവറായി ലഭിക്കും. തംബ്നെയിൽ എന്ന് പറയുമ്പോൾ അതിലെ ഒരു ഫോട്ടോ രീതിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് ഫോട്ടോ രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇനി നിങ്ങൾക്ക് ആവശ്യമായ സെലക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായി ആവശ്യമാണെങ്കിൽ മുകളിലത്തെ 3 ഡോട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ആൾ നൽകുക. തുടർന്ന് റിക്കവർ എന്നുള്ള ഓപ്ഷൻ നൽകുക. തുടർന്ന് നിങ്ങൾക്ക് ഈ രണ്ടാമത് കാണുന്ന ഈ ഒരു സേവ് ഫയൽ എന്നുള്ള ഓപ്ഷൻ നൽകുക. തുടർന്ന് നിങ്ങളുടെ ഗാലറിയിലെ ഒരു ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഫോട്ടോസ് എല്ലാം തന്നെ നിങ്ങളുടെ മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സെറ്റിലേക്ക് റിക്കവർ ആവുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും.
മുകളിലായിട്ട് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഏത് രീതിയിൽ വ്യൂ ചെയ്യണം, അതായത് ലിസ്റ്റ് വ്യൂ വേണോ അല്ലെങ്കിൽ ഗ്രിഡ് വ്യൂ വേണോ, അതേപോലെ തന്നെ നിങ്ങളുടെ തംബ്നെയിൽ സൈസ്, മാക്സിമം ഫയൽ സൈസ് ഒക്കെ നിങ്ങൾക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, നിങ്ങൾക്ക് റിക്കവർ പൂർണ്ണമായി കഴിഞ്ഞു, എൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. തുടർന്ന് നമുക്ക് ബാക്ക് വരാം. നിങ്ങൾക്ക് ചെറിയ സെറ്റിംഗ്സ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. തുടർന്ന് നമുക്ക് ബാക്ക് വന്ന് ഈ ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യാം. തുടർന്ന് നമുക്ക് ഗാലറിയിലേക്ക് കടക്കാം. ഗാലറിയിൽ നിന്ന് അതേ ചിത്രങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഗാലറി ഓപ്പൺ ചെയ്യുക. നാം നേരത്തെ കണ്ടതുപോലെ ബ്ലൂടൂത്തിന്റെ ഫയൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ അത്രയും ഫോട്ടോസ് നമുക്കിവിടെ റിക്കവർ ചെയ്ത് കിട്ടിയതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ച് ഇതേ മെത്തേഡ് തന്നെ ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോസ് നിങ്ങൾക്ക് റിക്കവർ ചെയ്യുവാനായിട്ട് സാധിക്കും. ഇത്തരം അറിവുകൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ സെർച്ച് ബാറിൽ സജി ക്രിയേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് എന്റെ പേജ് സെലക്ട് ചെയ്യുക. തുടർന്ന് ലൈക്ക് ചെയ്യുക. മുകളിലായിട്ട് കാണുന്ന ഈ 3 ഡോട്ട് പോർഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് സൈഡിലായിട്ട് കാണുന്ന ആദ്യത്തെ 6 ഓപ്ഷനുകൾ എനേബിൾ ആണോ എന്ന് നീല ടിക്ക് മാർക്ക് ഉള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിരന്തരം ഞാൻ എന്റെ പേജിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും തൽക്ഷണം തന്നെ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. മൊബൈൽ ടെക് പരമായതും മറ്റിതര വിഷയങ്ങളെ സംബന്ധിച്ച ഒത്തിരി അറിവുകൾ എന്റെ പേജ് വഴി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അറിവുകൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു അറിവ് സ്വന്തമാകുന്നതിനു വേണ്ടി മറക്കാതെ ഷെയർ ചെയ്യുക. ഇതുവരെയും നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി.